ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ GTA 5 അടുത്ത മിഷനായിട്ടാണ് ഗൈസ്. നമ്മുടെ ഫസ്റ്റ് മിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുമായിട്ട് നമ്മൾ കാണാൻ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും വീഡിയോയിലോട്ട് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കാർ എടുത്തിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് മാപ്പിലൊക്കെ ഒരു മഞ്ഞ ഡെസ്റ്റിനേഷൻ കാണാം, അവിടേക്കായിട്ട് പോകണേ. ഇവിടെ എന്താ ഉള്ളത്? വെസ്പൂക്കി ബീച്ചിട്ടാണ് നമ്മൾ എന്തായാലും ഇവിടേക്ക് എന്തിനോ വന്നേക്കുന്നത് എനിക്ക് മനസ്സിലാവല്ലോ. ബീച്ചിൽ കുളിക്കാൻ വല്ലതാണോ? നമ്മുടെ ഇപ്പോൾ ലാമറുണ്ട് കേട്ടോ. നമുക്ക് ഒളിച്ചിരിക്കല്ലേ, എന്തായാലും അവനെ ഫോളോ ചെയ്യാം. ഇത് ഏതോ ബിൽഡിങ്ങൊക്കെ ഉള്ള ഏരിയ എന്ന് തോന്നുന്നു കേട്ടോ. എന്തോ പന്തികേടുണ്ടല്ലോ. ഇതാരാണ് ഇങ്ങനെയൊക്കെ കിടക്കണം? നോക്കുന്നതിൻ്റെ അടുത്ത് എന്താ ഗൈസ്, എൻ്റെ കിളി പോയിട്ട് കാണട്ടാ. ഒന്ന് ഓങ്ങിയുള്ളൂ, അപ്പളിയാൻ വേണം ഗൈസ്. അവൻ കിളി പോയിട്ട് കിടക്കുക അവിടെ. ഗൈസ്, നമ്മൾ എന്തിനപ്പം ഇങ്ങോട്ട് വന്നേക്കണേ എനിക്ക് മനസ്സിലാവണില്ലേ. എന്തോ പന്തികേട് തോന്നിട്ട് ഈ ഏരിയ കണ്ടിട്ട് എനിക്ക് എത്ര നന്നായിട്ട് തോന്നുന്നത്. അവിടെ അടുത്തൊരു ബ്ലൂ കാർ കിടക്കുന്നുണ്ട്, നല്ല ഭംഗിയുള്ള കാർ കേട്ടോ. നമുക്കെന്തായാലും നേരെ നടന്ന് ഇങ്ങടെ മതിലും ചാടണേ. ഇനി മതിൽ ചാടണേ, നമുക്കെന്തായാലും ആദ്യം പോയി നിൽക്കാം അവിടെ. ലാമറ് വല്ല വരുള്ളൂ, ഓടിച്ചാടി വാടാ. ഇത് കിടക്കണം. ഇനി എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് എനിക്കെന്തോ പന്തിയുടെ ഉണ്ട് കേട്ടോ ഗൈസ്. സെർച്ച് ദി ഗ്യാരേജസ് എന്ന് പറഞ്ഞിട്ടോ. എന്തോ നമ്മൾ ഫൈൻഡ് ചെയ്യാനാണ് വന്നേക്കണേ. ഓക്കെ, നമ്മൾ ഗ്യാരേജിൻ്റെ അകത്ത് എന്തോ സെർച്ച് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടാ. വല്ല കാറും മോഷണം പോയാരെങ്കിലും. ലാമറിൻ്റെ ഒപ്പം നടന്നിട്ട് എനിക്കൊരു പന്തികേടുണ്ട്, അതാ. സെർച്ച് ഇവിടെ ആരും ഇല്ലല്ലോ. ഈ ഗ്യാരേജും കൂടി സെർച്ച് ചെയ്യാണ്ട്, എന്തായാലും ഇതും കൂടി ഒന്ന് സെർച്ച് ചെയ്യാം. സീൻ്റെ അകത്തൊന്നും ഇല്ല. നമ്മുടെ സൈഡിൽ ആൾക്കാരുണ്ടല്ലോ. പിക്കപ്പ് വെക്കാം. എനിക്ക് തോന്നിയുള്ളൂ ഗൈസ്, അവരെ വെടി വെച്ചിടാൻ. എന്തോ ഫൈറ്റ്, ഭൂകമ്പ ഫൈറ്റ്, എന്തോ അടിയുടെ പ്ലാനാണ് കേട്ടോ. അവനെ അടിച്ചിടാട്ടെ. എന്തോരാൾക്കാർ നിറയെ പേരുണ്ടല്ലോ. എന്തോ ഗുണ്ട ടീംസൊക്കെയാണ് കേട്ടോ. എന്തോ കള്ളന്മാരം കണ്ടോ തോന്നുന്നു. ഗുണ്ടകളെ അടിച്ചിടാട്ടോ ഗൈസ്. കിട്ടണില്ലല്ലോ. എനിക്ക് പിന്നെ തീരെ ഉന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെ പിസ്റ്റല് വേണ്ട, ചറവറ വെടിയൊക്കെയാണെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണം കൊള്ളുമായിരുന്നു. എന്നാൽ വെടി വെച്ചിടാട്ടോ. ഒളിച്ച് കണ്ട മുന്നിക്ക് വേടാ. നമ്മൾ ഒളിച്ചിക്കാണല്ലേ, മറന്നുപോയത്. മേലിൽ നിന്നൊക്കെ നിറയെ പേരുണ്ടല്ലോ. ഇതാ സൈഡിൽ നിങ്ങൾക്കൊക്കെ ഒരുത്തനാണ് സിലിണ്ടർ പൊട്ടിക്കട്ടെ. മാസമായിട്ടാ നമുക്ക് സിലിണ്ടർ പൊട്ടിച്ചിട്ടുണ്ട്. ലാമർ ചത്ത. ലാമർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മേലിൽ നിന്ന് ഒരുത്തട്ടാ. അവിടെ മേലിലൊരുത്തനെ കണ്ടൂല ഞാൻ. ഗൈസ് ആക്കണോ? ആദ്യം ഇവിടുത്തെ ആൾക്കാർ തീർക്കട്ടെ. മേലിൽ ഗൈസ് ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്, ആദ്യമായിട്ട്. എങ്ങനെയൊക്കെ അടിക്കാറുണ്ട്. എന്തായാലും നിറയെ ഇത് അവരുടെ കോളനിയാന്ന് തോന്നുന്നു. നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. ഇത് മുഴുവൻ അവരുടെ കോളനിയാന്ന് തോന്നുന്നു. ഓരോ വേർഡ്സേ. അയ്യോ ഗൈസ്, ഇതാ കാറ് അവൻ്റെ കേട്ടോ. അയ്യോ, കത്തിപ്പോയ കാറ്. ഞാൻ നേരത്തെ വന്നപ്പോൾ പറഞ്ഞപ്പോഴേ തോന്നി. ഞാൻ കണ്ണു വെച്ചാണ് ഗൈസ് ആ കാറുമ്മ. ഞാൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാറുന്ന്. ഇപ്പോൾ കത്തിപ്പോയി കിടക്കണം. നോക്കിയാൽ ഗൈസ്, വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ കിടക്കണുണ്ട. നമുക്കെന്തായാലും കയറി ചെല്ലട്ടോ. ആ ബൈക്ക് റൈഡർ നമുക്ക് പിടിക്കണം. വെടി വെച്ചിട്ടുണ്ടായിരുന്നു. ഗെറ്റ് ദി ബൈക്ക്. ഗൈസ്, എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ബൈക്കിനെ പിടിക്കണമെങ്കിൽ നമ്മൾ കാറിലാണ് പോണത്. അത് നമ്മുടെ കാറാണ്. ഓടിക്കണ ആളാരാന്ന് ചോദിച്ചാൽ ഞാൻ ഓടിക്കണം. നിങ്ങൾക്ക് എൻ്റെ ഡ്രൈവിങ് അറിയാമല്ലോ ഗൈസ്. എനിക്ക് കാർ ഓടിക്കാൻ തീരെ അറിഞ്ഞൂടാട്ടോ. എനിക്കൊരു കുന്തും അറിഞ്ഞൂടാ. വെടി വെക്കാൻ അറിയില്ല, വണ്ടി ഓടിക്കാനുള്ള. നമുക്കെന്തായാലും ചക്കയൊക്കെ എങ്ങനെയെങ്കിലും അവനെ പോയിട്ട് പിടിക്കാട്ടെ. ഒന്നും നല്ല പോടാ. അവന് എന്ത് സ്പീഡിലാണ് ഗൈസ് പോണേ. കാറിനും ഇല്ലാത്ത സ്പീഡാണ്. പിടിക്കല്ലേ. അടുത്ത ആൾ ഗൈസ്. എൻ്റെ ബൈക്കിന് പക്ക നല്ല സ്പീഡാണ് കേട്ടോ ഗൈസ്. എനിക്ക് ഓടിച്ച് കൺട്രോൾ ഇല്ല കേട്ടോ ഗൈസ്. കൺട്രോൾ കിട്ടുന്നില്ല. ഭഗവാനെ പഠിച്ചവനെ കാത്തോളി എന്ന് പറഞ്ഞിട്ടാ ഗൈസ് നമ്മൾ പോണേ. നിങ്ങളെന്തായാലും വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ എവിടെയെങ്കിലും ഇടിക്കുന്നു. എനിക്കറിയാമെന്നോ എവിടെയും ഇടിക്കുന്നു. ട്രാഫിക്കിൽ നിന്ന് നമുക്ക്
അവരുടെ ഭാഗ്യം. ആ ബൈക്കിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തീർച്ചയാണ്. ഓഫ് ഗൈസ്, ബൈക്കായതുകൊണ്ട് അവന് ട്രിക്ക് ചെയ്യാൻ പറ്റും. അവൻ ഡയറക്ഷൻ മാറ്റിയാണ് ഗൈസ്. നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവും, ആ ഡയറക്ഷൻ അവൻ മാറ്റി നമ്മുടെ. സാരില്ല, നമുക്ക് അവനെടുക്കാം. കാറ് മാറ്റാം. റോഡിലൂടെയാണ് കേട്ടോ വണ്ടി ഓടിക്കണത്. നമുക്കങ്ങനെ ചെല്ലാത്ത. അയ്യോ, മോട്ടോക്കാറ്. ഗൈസ് അവൻ പോണോക്ക് ഗൈസ്. ഒരു കൂസലില്ലാണ്ടാണ്. എന്തായാലും ഇടിച്ചിട്ട് ഇടുക്കി. ഇത്ര ഇടി ഇട്ടിട്ട് അവൻ ചത്തില്ലേ? എന്തോന്നാണ് ഗൈസ്. നമുക്കൊന്ന് ഒരു ഇടിയും കൂടി ഇടിക്കട്ടെ. പാവം ഗൈസ്, എന്ത് വെച്ചാണ് ഗൈസ്. നമ്മൾ നല്ല സ്പീഡിലൊന്നും ഇടിച്ചപ്പോൾ അവൻ വീണില്ല, നല്ല ഒന്ന് ഇടിച്ചപ്പോൾ വീണു. ഇത്ര ഓടിക്കാനില്ലേ, എനിക്ക് ഇത്ര പണി തരാടാ ഞാൻ. അവൻ്റെ കാല് നമ്മൾ വെടിച്ചിരുന്നു. ഞാൻ വണ്ടി ഓടിക്കില്ല ജന്മത്തിൽ. അല്ല അവന് നമ്മളെ നേരെ ഇട്ട് പറ്റിക്കണു കേട്ടോ. ലാമർ എവിടെ? ലാമർ എന്താ നമ്മുടെ കാറ് വീട്ടിലെത്തിക്കാൻ പോയിക്കാൻ തോന്നുന്നു. നമ്മൾ ഈ വണ്ടി കൊണ്ട് എങ്ങോട്ടാ പോണേ? നമ്മളെങ്ങോട്ടേയും പോട്ടെ ഗൈസ്. പിന്നെ ഗൈസ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഞെക്കാൻ മറക്കണ്ട. നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് മിഷൻ കാണാത്തവർ ചാനൽ പോയി നോക്കാം, അപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണോ? ഇത് അടുത്താണെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും അങ്ങോട്ട് ചെല്ലാൻ നോക്കാട്ടോ വേഗം. ഗൈസ്, എനിക്ക് ഇവിടുത്തെ വഴികളൊന്നും തീരെ അറിയില്ല കേട്ടോ. ഞാൻ മാപ്പ് നോക്കിയിട്ടാണ് ഞാൻ പോണത്. ഞാൻ ഇവിടുത്തെ വഴിയൊക്കെ ഇനി കാണാപ്പാടം പഠിക്കണം. ഇതുവരെയായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ഇനി കുറച്ച് ദിവസമായിരുന്നു വെറുതെ ഇരുന്ന് കളിച്ച് പഠിക്കാം. എവിടേക്കാണ് ഗൈസ് പോണേ? അവിടെ അടുത്താണുള്ള സ്ഥലം. നമുക്കൊന്ന് വേഗം ഇങ്ങോട്ട് പോയി. ഇവിടെയാണോ മറ്റേ ആ കാറ് കടക്കാരൻ്റെ കട? ഒരു കാറ് കടക്കാരനുണ്ടാവുമല്ലോ ഇവിടെ, എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അതായത് സൈഡിൽ കാണാം കട ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യം വന്നത്. നമുക്കൊന്ന് നേരെ പോവാട്ടെ. ഇവിടെ അടുത്താണല്ലോ. ഇവിടെ അടുത്തെന്താ ഉള്ളത് ഗൈസ്? ഈ വഴിയിലൂടെ ഒക്കെ ഞാൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ കാര്യത്തിനാണ് ഞാൻ ഈ വഴി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഗൈസ് നിൽക്കണു ലാമർ. ഗൈസ്, ഇവർ മറ്റേ എന്തോ ഫ്രണ്ട്സിൻ്റെ ഫോൺ പോലെ വന്നു ഗൈസ്. ഇവനെങ്ങനെ ഇവിടേക്ക് ആദ്യം എത്തി? നമ്മളല്ല ആദ്യം പോകുന്നത്. ഇവനെങ്ങനെ ഇങ്ങോട്ട് ആദ്യം എത്തിയപ്പോൾ ഗൈസ്? ഇവൻ നമ്മുടെ കാറ് കൊണ്ടു, നമ്മൾ ഇവൻ്റെ ബൈക്ക് കൊണ്ടു. ഇവൻ്റെ തന്നെയാണോ ബൈക്ക്? ഗെറ്റ് ഓൺ ദി ബൈക്ക്. എന്നിട്ടെന്തിനാ? അത് ശരി, ഇത് ഇവിടെ പാർക്ക് ചെയ്തല്ലോ അവിടെ പാർക്ക് ചെയ്ത ഒരേപോലെ അല്ലേ? അവന് വണ്ടിയുമ്പോൾ കയറാൻ ഇവനാളുള്ളല്ലോ ഗൈസ്. ഞാൻ ആളെ കളിക്കണം തൊപ്പി വെച്ചിട്ട്. തൊപ്പിക്കാരൻ ശംഭു അല്ല അവന്. എവിടെ പാർക്ക് ചെയ്താലും എന്താ ഗൈസ്? ഓക്കെ, സപ്പോർട്ട് മിഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നത്തെ ഇത്രയ്ക്കുള്ള നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തോടെ ഇനി കാണാം. ടാറ്റാ, ബൈ ബൈ.